പ്രതിച്ഛായ പിടിക്കാൻ കോൺഗ്രസിന് ഇനി കടമ്പകളേറെയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ തിരിച്ചടി മറികടക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടി വരും. ആരോപണം ഉന്നയിച്ച CPIM നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്തത് ആവർത്തിച്ചുന്നയിക്കും. സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. സായ്കുമാർ, തിരഞ്ഞെടുപ്പ് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കടമ്പ. ഒന്ന് പച്ചപിടിച്ച് വരികയായിരുന്നു എന്ന് അവർ പറയുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ ഒരു നാണക്കേടിലേക്ക് ആ പാർട്ടി പടുകൂറ്റൻ കുഴിയിലേക്ക് അങ്ങ് പോയി വീഴുകയായിരുന്നു. ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന് ആലോചിക്കേണ്ട സമയത്ത് പോലും പാർട്ടിക്കകത്ത് പലതും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവാദങ്ങൾ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ ഇങ്ങനെ തെളിഞ്ഞു കാണുകയാണ്. എന്താണ് ഇനി ഈ കോൺഗ്രസിന്റെ മുന്നിലുള്ള ഒരു വഴി? പ്രത്യേകിച്ച് ഇത്രയും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും പാർട്ടി ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും റോഷ്നി, ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDF സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലും ശക്തമായുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു UDF-ഉം കോൺഗ്രസും. അവർക്ക് മുന്നിൽ പാലക്കാടും നിലമ്പൂരുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് ഉജ്ജ്വലമായി വിജയിച്ചതിൻ്റെ ആവേശം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കത്തിലായിരുന്നു പാർട്ടിയും മുന്നണിയും. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ ചുരുക്കം മാസങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി. അപ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കാലം എന്നുള്ളത് UDF-നും കോൺഗ്രസിനും അതിനിർണായകമാണ്. സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ആഴത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന ഒരു പ്രതീക്ഷയാണ് UDF-നും കോൺഗ്രസിനും ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഇടുത്തി പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടായത്. അതുണ്ടാക്കുന്ന ആഘാതം ചില്ലറയല്ല എന്ന് പാർട്ടിക്കറിയാം. കാരണം സ്ത്രീ വോട്ടർമാരാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്. അവരുടെ വോട്ട് നഷ്ടപ്പെട്ടാൽ അതുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി എന്നുള്ളത് വളരെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് കൂടിയാണ് വളരെ പെട്ടെന്നൊരു നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം പോയത്. അത് രാജിവെപ്പിച്ചില്ല എങ്കിൽ പോലും സസ്പെൻഷനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയത് തന്നെ വലിയ സന്ദേശമാണ് എന്ന് പറയാനായിരിക്കും ഇനിയുള്ള സമയങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുക. ഇന്നിപ്പോൾ VD സതീശന്റെ ഭാഷയൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് തന്നെയാണ്. മറ്റേത് പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയും ഇത്ര വേഗത്തിൽ ഇത്ര കർശനമായിട്ടുള്ള ഒരു നടപടി എടുത്തത് എന്ന്? ഒരു പരാതിയോ ഒരു FIR-ഓ ഇല്ലാത്ത ഒരു സംഭവത്തിൽ ഇപ്പോൾ പുറത്തു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലെ ഏറ്റവും ജനകീയനായ ഒരു യുവ നേതാവിനെ സസ്പെൻഡ് ചെയ്ത് പാർട്ടിയുടെ ഭാഗമല്ലാതാക്കി മാറ്റുക, അദ്ദേഹം വഹിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടനടി മാറ്റുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തത് തങ്ങളാണ് എന്ന് ആവർത്തിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിരിക്കും കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുക. പക്ഷെ അപ്പോഴും രാജിവെച്ചിട്ടില്ല എന്നുള്ള പരമാർത്ഥം അവിടെയുണ്ട്. അത് ഉന്നയിച്ചുകൊണ്ടായിരിക്കും സ്വാഭാവികമായും LDF-ഉം BJP-യും ഇതിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ അതിനെ മറികടക്കുന്ന പുതിയൊരായുധം ഇനിയിപ്പോൾ കോൺഗ്രസിന് കണ്ടെത്തേണ്ടി വരും. ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു കറമയക്കാൻ. അതാണ് ഇന്ന് VD സതീശന്റെ വാക്കുകളിലൂടെ ഇതിനേക്കാൾ വലിയൊരു ആരോപണം, കേരളം ഞെട്ടാൻ പോകുന്ന ആരോപണം വരാനിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആയുധത്തിന് വേണ്ടിയുള്ള പണിപ്പുരയിൽ തന്നെ ആയിരിക്കും UDF-ഉം കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഉണ്ടാവുക. ഇതിനെ കവച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും മറികടക്കാൻ കഴിയുന്ന ഒരു വിഷയത്തിലേക്ക് ചർച്ചകളെ മാറ്റുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ആലോചിക്കുന്നത്. അതെന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം അത്രമേൽ ആഴത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യുകയും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം, അതിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജിൽ നിന്ന് ഇതുവരെ മറികടക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ അതുണ്ടാക്കുന്ന പടലപ്പിണക്കങ്ങളൊക്കെ പാർട്ടിക്ക് മുന്നിലുണ്ട്. ഇനിയിപ്പോൾ അവസാന നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നു. അവിടെയും സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്താനുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധം തീർക്കേണ്ട ഒരു അവസ്ഥ UDF നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. അപ്പോൾ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് അതികഠിനം തന്നെയാണ്. അതിനെങ്ങനെ കോൺഗ്രസ് നേതൃത്വം അതിജീവിക്കുമെന്നുള്ളത് പരമപ്രധാനമാണ്. അവിടെയാണ് ഇന്ന് VD സതീശൻ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ ഈ വിഷയത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന എന്തായുധമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴാണ് അവർ പൊട്ടിക്കാൻ പോകുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അത് കൃത്യമായി ഉപയോഗിക്കും കോൺഗ്രസ് നേതൃത്വം. കാരണം ഇപ്പോൾ അവർക്ക് ഈ വിഷയത്തിൽ നിന്ന് മറികടന്നേ പറ്റൂ. തെരഞ്ഞെടുപ്പ് വർഷമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഇനിയിപ്പോൾ LDF-ഉം BJP-ക്കുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കാൻ പോകുന്നതും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയായിരിക്കും. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, അതികഠിനവുമാണ്. അതിനി കോൺഗ്രസ് നേതൃത്വം എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പോകുന്നത്.